ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നെമ്മീൻ മുളക് അരച്ച കറിയാണ്. അതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഇഞ്ചി ഒരു ചെറിയ പീസ് അരിഞ്ഞു വെച്ചിരിക്കുന്നു, കറിവേപ്പില, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മീൻ കണ്ടിച്ച് കഴുകി വച്ചിരിക്കുന്നത്, ഒരു ചെറിയ നെമ്മീൻ കുഞ്ഞാണിത്, ഉലുവ 2 നുള്ള്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, പുളി പുളി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നു. ഇത്രയുമാണ് ആവശ്യം. ഈ പൊടികളെല്ലാം മസാലകളെല്ലാം ഒന്നിച്ചിട്ട് വറുത്തരച്ചാണ് ഈ കറി വെക്കുന്നത്. ചൂടാക്കി ഇത് വറുത്തല്ല, ചൂടാക്കി അരച്ചാണ് ഈ കറി വെക്കുന്നത്. ഇനി കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കറിവേപ്പിലയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കും. നല്ല വെള്ളം വഴറ്റിയെടുക്കണം. ഇത് അരക്കാനുള്ളത് കൊണ്ടാണ് ചുവന്നുള്ളി പൊടിപ്പൊടിയായിട്ട് അരിയാത്തത്. ഇതെല്ലാം കൂടി ഇത് മിക്സിയിലിട്ട് അരച്ചാണ് കറി വെക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ മൂപ്പിക്കുക. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം പൊടികളും ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കും. ഈ നല്ല കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ പച്ചമണം പൊടികളുടെ മാറുന്നത് വരെ വറുക്കും. പൊടികളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചതിന് ശേഷം തണുത്തിട്ട് അരച്ചു കൊണ്ടുവരാം. ചാറിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചു കൊണ്ടുവരാം. ചട്ടി അടുപ്പത്ത് വെച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇട്ടാണ് മൂപ്പിച്ചത്. അതുകൊണ്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഉലുവ പൊട്ടുന്നത് വരെയും വെയിറ്റ് ചെയ്യും. ഉലുവ നല്ല പൊട്ടി വരുന്നുണ്ട്. ഇനി അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന മസാല ഇതിലിട്ട് കൊടുക്കും. എന്നിട്ട് നല്ലവണ്ണം മൂപ്പിച്ചു കൊടുക്കും. നല്ലവണ്ണം ഇളക്കി പച്ചമണം മാറുന്നത് വരെ, ഉള്ളിയുടെയും പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നല്ല മൂപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ ഇട്ട് മൂപ്പിച്ചു. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. മൂപ്പിച്ചതിന് ശേഷം ഒഴിക്കാൻ വേണ്ടിയാണ്. വെള്ളം എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. കുറച്ച് നേരം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക.
കുറച്ച് വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. എടുത്തു വെച്ച കുറക്കപ്പളി ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ച് കുറക്കാപ്പളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിലും ഇടാം. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കുറക്കാപ്പളി. കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കുക. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള പുളിമുളകാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. കുറച്ച് ജോലിയാണിതിൽ. കുറച്ച് നേരം ഇട്ട് മൂപ്പിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാനുള്ള നല്ല രുചിയുള്ള കറിയാണിത്. ഇത് തേങ്ങയും ഒന്നും അരച്ചതൊന്നും കാണില്ല. നല്ല പ്ലെയിൻ കറി, ഉള്ളിയും ഒന്നും കാണാത്ത രീതിയിലുള്ള നല്ല കറിയാണിത്. ഇതെല്ലാവരും വെച്ച് നോക്കണം. ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാവരും എല്ലാം കാണണേ. എൻ്റെ സബ്സ്ക്രൈബുകളും വേറെ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ട് കമൻറ്റ് ഒക്കെ പറഞ്ഞാലല്ലേ എനിക്ക് ഇടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. നല്ല മണം വരുന്നുണ്ട്. കൊച്ചിക്കാരുടെ സ്വന്തം മുളക് ചാറാണിത്. കൊച്ചിയിലുള്ള ആൾക്കാർ ഇതുപോലെ ഈ കറിയാണ് വെക്കുന്നത്. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി ആണെങ്കിൽ ഇതിൻ്റെ പകുതിയെ എടുക്കാൻ പാടുള്ളൂ. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കുറുക്ക് വേണം, കുറുകിയോ ചാറോടുകൂടി വേണമെങ്കിൽ ഇതുപോലെ ആക്കാം. ഇനി ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം വേവാനുള്ള കണക്കിന് ഇട്ട് കൊടുക്കുകയാണ്. നല്ലവണ്ണം തിളപ്പിക്കണം. ഇത് നല്ല രുചിയുള്ള പണ്ടത്തെ കറിയാണിത്. പണ്ടുള്ള അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് ചെയ്യുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇളക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് നല്ലപോലെ കറി തിളക്കുന്നുണ്ട്. ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. മീനിട്ടിട്ട് ഒരു 10 മിനിറ്റായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ കറിയിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മീൻ കറി ഇതാണ്. ഇതെല്ലാം മീനിട്ടും വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നെമ്മീനിട്ടാണ് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത്. അയില ഇട്ടായാലും ചൂര ഇട്ടായാലും എല്ലാം വെച്ചാലും ഒരു നല്ല രുചിയായിരിക്കും. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നല്ലപോലെ കഴിക്കാം. ഇതെല്ലാവരും കാണണേ. എൻ്റെ വീഡിയോ ഫുള്ള് കാണണേ. എന്തെങ്കിലും നിങ്ങൾക്കുള്ള ടിപ്സ് വല്ലതും ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആർക്കും ഇത് കണ്ടതിന് ശേഷം ഈ കറി വെക്കാവുന്ന രീതിയിലാണ് ഞാനെല്ലാം പറയുന്നത്. മഴ ആയതുകൊണ്ട് കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് ഫുള്ള് മഴയായിരുന്നു.
കറി വെന്ത് കഴിഞ്ഞു. ഇനി അടുപ്പ് അണക്കുകയാണ്. അടുപ്പ് അണച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളക്കുന്നു. ഇത് ഇന്ന് വെച്ച് നാളെ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ നല്ല രുചിയായിരിക്കും. 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടാക്കി വെക്കുന്നവർ ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ നല്ലവരായ എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊരു ഷെയറായി ഇട്ട് കൊടുക്കണേ. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.